ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു റൈസ് ഉണ്ടാക്കാം കേട്ടോ. കോക്കനട്ട് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര അരി എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ ഫസ്റ്റ് വിസിലടിച്ച് വെക്കാം. അതപ്പോൾ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചു കൊടുത്തു, പിന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ചുവന്ന മുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ആയി വരട്ടെ. ഒന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി കുറച്ച് നട്ട്സാണ് കേട്ടോ ഇതിൽ ചേർക്കാനുള്ളത്. നമ്മുടെ കടലയോ കാഷ്യോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നട്ട്സൊക്കെ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. കടലയൊക്കെ ചേർത്ത് കൊടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ക്യാരറ്റിൻ്റെ ചെറിയ പീസസ് ആക്കി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് അങ്ങ് കൊട്ടി കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കോക്കനട്ട് റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും.